നമുക്ക് വേഗത്തിലൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കിയാലും അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ബീഫാണ്. എല്ലോടുകൂടി ബീഫാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും, രുചി കൂടുതലായിരിക്കും. അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, വിനാഗിരി ഇവ ചേർത്തിളക്കി നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. ഒത്തിരി നന്നായിട്ട് വെന്ത് ഉടയണ്ട. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാമേ. പിന്നീട് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയും ചതച്ചതും കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക, ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി സവാള ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് വഴണ്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ആവശ്യത്തിന് കേട്ടോ, നമ്മുടെ എരിവിനൊക്കെ അനുസരിച്ച് ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി പഴുത്തതും കൂടെ ചേർത്ത് ഇളക്കിയെടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് തക്കാളി വഴണ്ട് കഴിഞ്ഞാൽ നമുക്കിത് നമ്മളുടെ വെന്ത ഇറച്ചിയിലേക്ക് നമുക്കിത് ചേർക്കാം. നമ്മൾ വേവിച്ച് വെച്ച ഇറച്ചിയിലേക്ക് നമ്മളുടെ അരപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് കിടന്ന ഉള്ളിയും ഇതിൻ്റെ അകത്ത് എല്ലാം യോജിച്ച് കിടന്ന് വെന്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് ഉപ്പും കൂടി നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വെന്ത് കിട്ടുന്നൊരു വെയിറ്റ് ചെയ്യുക. കുറച്ചൊരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഭാഗം കഴിഞ്ഞു, നമ്മുടെ പകുതി പണി കഴിഞ്ഞു കപ്പ ബിരിയാണി ഉണ്ടാക്കാനുള്ളത്. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. കാരണം നമ്മൾ വിചാരിക്കും കേൾക്കുമ്പോൾ വിചാരിക്കും, ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവർ വിചാരിക്കും ഒത്തിരി പാടാണെന്ന്. പക്ഷേ വളരെ എളുപ്പമാണ്. നമ്മളുടെ പകുതി പണി കഴിഞ്ഞു. ഇനി നമുക്ക് കപ്പ വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് കപ്പയുണ്ടല്ലോ, ആവശ്യത്തിനുള്ള കപ്പ എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഉപ്പിട്ട് വേവിച്ചെടുക്കണം. നമുക്ക് ഞാൻ കുറച്ച് തേങ്ങായും കുറച്ച് കറിവേപ്പിലയും ഒരു 1/4 ടീസ്പൂണ് പെരിഞ്ചീരകവും കൂടെ വെച്ച് നമ്മളിതൊന്ന് തേങ്ങ ഒന്ന് വറുത്തെടുക്കണേ. ഇവിടെ ഇറച്ചി റെഡിയായിട്ടുണ്ട്, കപ്പ. അപ്പം നമ്മുടെ ഇറച്ചിയിലേക്ക് നമുക്ക് കപ്പ ഇട്ട് കൊടുക്കാൻ വേവിച്ചത്. പിന്നെ ചേർക്കാനുള്ളതാണ് തേങ്ങ വറുത്തത്, പിന്നെ ലേശം ഗരം മസാല, കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്ത് കൂടി. ഇനി നമുക്കിതെല്ലാം കൂടി ചേർത്ത് കടുക് വറുത്ത് ചേർത്താൽ നമ്മുടെ കടുക് വറുത്ത് ചേർക്കത്തില്ല, അതൊക്കെ ചേർത്താൽ കുറച്ചുകൂടെ ടേസ്റ്റിയാണ്. ഇനി നമ്മളിതെല്ലാം കൂടി കുഴച്ച് എടുക്കും. അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി റെഡിയാകും. അപ്പോൾ ഞാനിത് കുഴച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാമേ. നന്നായിട്ട് ഇടിച്ച് കുഴയ്ക്കുവാണ്. നന്നായിട്ട് കുഴഞ്ഞ് അത് ഇറങ്ങുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഇറങ്ങുക. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഉപ്പും കൂടെ നോക്കണം. ഉപ്പ് ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നീട് നമുക്ക് ഉപ്പിട്ട് കൊടുത്താൽ കറക്റ്റ് കിട്ടത്തില്ല. ഈ നമ്മുടെ കപ്പ ബിരിയാണി കുഴച്ച് എടുത്തിട്ടുണ്ട്. ഇതാണ് പരുവം. വളരെ എളുപ്പത്തിലാണ് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പം കപ്പ ബിരിയാണി ഞാൻ പാത്രത്തിൽ വിളമ്പിയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു സലാഡ്, നമ്മുടെ ഉള്ളിയും ചെറിയ തക്കാളി, ഇച്ചിരി നാരങ്ങ നീരും ഉപ്പും കൂടി ചേർത്ത് അതും കൂടി ചേർത്ത് കഴിക്കാൻ, മുളക് വേണം, ഇത് ചേർത്ത് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. ഒന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.